സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടിയ പൂമല പൂതക്കുഴിയിൽ തോമസ് റോഷ്നി ദമ്പതികളുടെ മകൾ ജീന തോമസിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ പേരിൽ മൊമെന്റോ നൽകി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂമലയിൽ നടന്ന പരിപാടിയിൽ DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PJ രാജു മുഖ്യപ്രഭാഷണം നടത്തി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ JC സാജൻ, പൂമല മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് സിബി തോമസ്, അമ്പലപ്പാട് ബാങ്ക് വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, വാർഡ് മെമ്പർ ലീന ജെറി, അമ്പലപ്പാട് ബാങ്ക് ഡയറക്ടർ ലിസി രാജു, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ജോജോ കുര്യൻ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, സാജൻ കുര്യൻ, PM മത്തായി, മുൻ പഞ്ചായത്ത് മെമ്പർ KJ ജെറി, ജിബി ജോസഫ്, PK സാജൻ, ജോസ് മാളിയേക്കൽ, റോയി ജോസഫ്, അനൂപ് സെബാസ്റ്റ്യൻ, ഷിജോ കുറ്റിയാനി, ബാബു ഈപ്പൻ, OC പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്. നമുക്ക് നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിച്ച് അവരൊക്കെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ ജോലിയും കുടുംബവും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠിച്ച മേഖലയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ PhDക്ക് വേണ്ടി ശ്രമിക്കുക. അത് PhD കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമല്ല. PhDക്ക് ഒരുപാട് അധ്വാനമുണ്ട്. ഡോക്ടറേറ്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നേരത്തെ ഞങ്ങൾ വരുമ്പോൾ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികൾ അനൗൺസ് ചെയ്ത ഡോക്ടറേറ്റ് ഉണ്ട്. പക്ഷെ ഇത് വളരെ കൃത്യമായി പഠിച്ച് പേപ്പറുകൾ തയ്യാറാക്കി റിസർച്ച് നടത്തി അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീന. അപ്പൊ ജീനോട് എനിക്ക് പറയാനുള്ളത് PhDയിൽ നിർത്തരുത്, IAS പോകണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ PhD കിട്ടിയ ഒരാൾക്ക് IAS എഴുതിയെടുക്കുക എന്നുള്ളത് അത്ര വലിയ ബാലികേറാ മലയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടിയന്തരമായി IAS തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്തായാലും എൻ്റെ ഒരു എളിയ നിർദ്ദേശമാണ് ഈ കുടുംബത്തിന്, ഞങ്ങൾക്ക് വീണ്ടും ഒരു IASകാരിയെ ഇവിടെ ആദരിക്കാൻ ഉള്ളൊരു അവസരം ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു എളിയ റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘമായിട്ടൊന്നും സംസാരിക്കാനില്ല. അല്ലെ, കൊടുക്കും തോറും ഏറുകയും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എത്ര ആളുകൾക്ക് കൊടുക്കുന്നു അത്രയും നമ്മുടെ അറിവാണ് വർദ്ധിക്കുന്നത്. കൊടുത്താൽ കുറയില്ല, ഒട്ടും കുറയില്ല. അപ്പൊ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ എന്തൊരു അധ്യാപക പഠനം അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ ഇനി ജോലി നോക്കി പോവുക എന്നൊക്കെയാണ് സാധാരണ ആളുകൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ IASന്റെ കാര്യം പറഞ്ഞത്. അത് അവിടെ ജോലി ചെയ്യുകയും അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും വേണം. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി.